വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് സന്തുഷ്ടരായ ജനതതി യേശുവിനെ പ്രശംസിക്കുമ്പോൾ പ്രശംസ പരിശുദ്ധ അമ്മയ്ക്കാണ് നൽകുന്നത്. നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് നൽകുമ്പോൾ ആ വ്യക്തിക്ക് ജന്മം നൽകി വളർത്തിയ അമ്മയാണ് ഏറെ അഭിമാനിക്കുന്നത്. ഒരാൾ ഉന്നതമായ ഒരു നിലവാരത്തിൽ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചകൊണ്ട് ജീവിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, ആ കുഞ്ഞ് എത്ര നല്ല പ്രവൃത്തികളാണ് കാഴ്ചവെക്കുന്നത്, ആ കുഞ്ഞിൻ്റെ അമ്മ എത്രയോ ഭാഗ്യവതിയാണ് എന്ന് പറയുന്ന സ്വരം കേൾക്കുവാൻ ഒരമ്മയ്ക്ക് കഴിഞ്ഞാൽ വേദനയോടെ പ്രസവിച്ച് വളർത്തിയ അമ്മ എല്ലാം മറന്ന് അഭിമാനിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് അതിനെ നാം കാണുന്നത്. അതേസമയം ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ വളരെ മോശമായി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇതിന് ജന്മം നൽകിയത് ആരാണ്, അവരെ വേണം പറയാൻ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അത് കേൾക്കുന്ന അമ്മയുടെ ഹൃദയം വേദനയുടെ വാളാൽ പിളരുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ജനം കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ്. യേശു തമ്പുരാൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. എന്നാൽ യേശു തമ്പുരാൻ അത് കേട്ടുകൊണ്ട് സംതൃപ്തനായി നിൽക്കുകയല്ല. അവിടുന്ന് അതിൻ്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ അതിലും ഭാഗ്യമുള്ളവർ എന്ന്. എന്താണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് അനുദിന ജീവിതത്തിൽ ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്താണ് ഉത്തരമെന്ന് തമ്പുരാനോട് ചോദിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ അതിലും ഭാഗ്യമുള്ളവരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മ ചെയ്യുന്നവരുടെ കാര്യം പരാമർശിക്കുമ്പോൾ അവരുടെ അമ്മമാരെ പരാമർശിക്കുന്നത് പോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തന്നതായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും, മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴെയുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെ മാർവിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും നിന്നെ പ്രസവിച്ച ഉദരത്തിൻ്റെയും നിന്നെ പാലൂട്ടിയ മുലകളും ഒക്കെ ഭാഗ്യമുള്ളവയെന്ന് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുമ്പോൾ ഈ വചനഭാഗത്ത് രണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒന്ന്, ഇത്രയും നന്മയുള്ള മകനെ ഗർഭം ധരിക്കാനായി പാലൂട്ടി വളർത്താനും ഇടയായ അമ്മയുടെ ഭാഗ്യം.
അവൾ ഭാഗ്യവതിയുണ്ട്. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് അമ്മ പറയുകയാണ്. മറിയം പ്രവചിച്ചതിൻ്റെ പൂർത്തീകരണം എലിസബത്തിൻ്റെ സ്തുതിപ്പുകളിൽ നാം കാണുന്നുണ്ട്. ഗുരുവിൻ്റെ വചനം കേട്ട് പാലിക്കുന്നതിലുള്ള സൗഭാഗ്യം, ഇതാണ് മഹത്തായ ഭാഗ്യം. അത് മനസ്സിലാക്കിയാണ് അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാലാഖയോട് മറുപടി പറയുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. എലിസബത്ത് അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗ്യത്തെ രണ്ടാമത്തെ ഭാഗ്യം പൂർത്തിയാക്കുകയാണ്. മറിയാമിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ ഭാഗ്യമാണ് ഒന്നാമത്തെ ഭാഗ്യത്തിന് ആധാരം. ദൈവവചനം കേട്ട് പാലിക്കുകയാണ് സൗഭാഗ്യപൂർണതയ്ക്ക് ആധാരം. ദൈവവചനം കേൾക്കുക, ജീവിക്കുക, പങ്കുവയ്ക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധാരം ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. ഈ വചനം ജീവൻ്റെ നിറവാണ്. ഈ വചനം നിത്യജീവനാണ്. ഈ വചനം ആത്മാവിൻ്റെ പോഷണമാണ്. വചനം പാലിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുക. കർത്താവിൻ്റെ വചനം കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമാണ്. ജീവിത വഴികൾക്ക് ഗതി നിശ്ചയിച്ചിരുന്നതും ജീവിതത്തെ നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ദാസിയെപ്പോലെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണല്ലോ പരിശുദ്ധ മറിയം. കാനായിലും കാൽവരിയിലും വചനം ജീവിക്കുവാൻ മറിയം ആത്മസമർപ്പണം നടത്തുകയാണ്. ബേത്ലഹേം മുതൽ കാൽവരി വരെ സഹനത്തിന് നീണ്ട വഴികളിൽ സ്ഥിരതയോടും ക്ഷമയോടും കൂടി മറിയം നടന്നു നീങ്ങി. വചനത്തിൻ്റെ സമ്മതം അരുളിയത് കാഠിന്യമുള്ള ഒരു സമ്മതം അറിയിക്കലായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. വെറും വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പറയുകയല്ല. പിന്നെയോ അതിൻ്റെ അർത്ഥമെന്താണെന്ന്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ തൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് പൂർത്തിയാക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിന് കൊടുക്കേണ്ടതായ വില എത്ര വലുതാണ്, എന്തുമാത്രം ത്യാഗം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കും, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ സാധ്യതയുണ്ട്. എങ്കിലും രക്ഷകന് ജന്മം നൽകുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഈ ദൗത്യം നിറവേറ്റേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധയമ്മ പ്രവർത്തിക്കുകയാണ്. കുഞ്ഞിന് ജന്മം നൽകുവാൻ സ്ഥലമില്ല. കാലിത്തൊഴുത്തിൽ ജന്മം നൽകുമ്പോഴും അഭയാർത്ഥിയെപ്പോലെ ജെറുസലേമിലും സമറിയായാലും യൂദയായാലുമൊക്കെ നടന്നു നീങ്ങി പ്രവർത്തിക്കുന്ന ആ പശ്ചാത്തലത്തിലും ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോഴും പെരുന്നാളിന് കൊണ്ടുപോകുമ്പോഴും ആദ്യത്തെ അത്ഭുതം നിറവേറ്റപ്പെടുമ്പോഴും ഒക്കെ ഈ അമ്മയുടെ ഹൃദയത്തിലൂടെ എത്രയെത്ര വാളുകളാണ് കടന്നുപോയത്. കാൽവരിയിലെ ബലിയർപ്പണത്തിൽ സഹകാർമ്മികയായി സഹരക്ഷകയായി നിൽക്കുന്ന അമ്മയെ കാണുമ്പോൾ പരിപൂർണമായ സമർപ്പണം നടത്തിയ അമ്മ അതിന് കൊടുക്കുന്ന വില എന്തുമാത്രമുണ്ട് എന്നുള്ളത് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വചനത്തിന് സമ്മതം അരുളിയത് അതിൻ്റെ എല്ലാവിധ ഭവിഷ്യത്തുകളെയും ഉൾക്കൊള്ളുവാൻ തയ്യാറായ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധ അമ്മ നിർവഹിച്ചത് എന്ന് കാണണം. നിശ്ചയദാർഢ്യത്തോടെ വചനം ജീവിച്ച മറിയം ക്രിസ്തു ശിഷ്യൻ്റെ വഴികാട്ടിയും പ്രചോദകയുമാണ്. തമ്പുരാനെ അനുഗമിക്കുന്ന ആളുകൾ ഓരോരുത്തരും സ്വയം പരിത്യജിക്കുവാനും കുരിശെടുക്കുവാനും കഴിയണമെന്ന് തമ്പുരാനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇവയെല്ലാം വഹിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് വന്ന പരിശുദ്ധ അമ്മ നമുക്കൊക്കെ വലിയൊരു പ്രചോദനമായി നിലകൊള്ളുകയാണ്. ഈശോയോടുള്ള രക്തബന്ധമല്ല,
ആത്മീയ ബന്ധമാണ് യോഗ്യതയുടെ മാനദണ്ഡം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, നോ ഡൗട്ട്. രക്തബന്ധം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നാൽ ഇവിടെ ഒരാത്മബന്ധമാണ് പരിശുദ്ധ അമ്മയ്ക്ക് രക്തബന്ധത്തെക്കാൾ ഉപരിയായി ഉണ്ടായത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ജോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ അവളിൽ ഉളവായിരിക്കുന്നത് മാനുഷികമായ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്യുന്നതൻ്റെ ശക്തി അവളിൽ നൽകിക്കൊണ്ട് രക്ഷകനെ ലോകത്തിൽ നൽകുവാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ രക്തബന്ധമല്ല, ഒരാത്മീയ ബന്ധമാണ് അവിടെ നാം കാണുന്നത്. കുലീനത്വവും ആഭിജാത്യവുമല്ല, വചനം പാലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വ്യക്തിപരമായ കഴിവോ യോഗ്യതയോ ഒന്നുമില്ലാത്ത നമ്മയൊക്കെ തമ്പുരാൻ ഈ നിലയിലാക്കിയിരിക്കുമ്പോൾ അത് പാലിക്കുന്നതാണ് നമ്മുടെ കടമ. അത് പാലിക്കുവാനുള്ള ബാധ്യതയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നമുക്കൊരിക്കലും വിസ്മരിക്കുവാനാവില്ല. മറിയത്തിൻ്റെ മഹിമ ദൈവമാതാവ് എന്നതിനേക്കാൾ ദൈവവചനം പാലിച്ചവൾ എന്നതിലാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ നാം ബഹുമാനിക്കുന്നത് പോലെ തന്നെ യേശു പറയുകയാണ്, അവിടുത്തെ വചനം പാലിക്കുന്നവർ അതിലും ഭാഗ്യമുള്ളവർ എന്ന്. വാർദ്ധക്യത്തിലെത്തിയിട്ടും ശാരീരികവും ആന്തരികവുമായ സൗന്ദര്യം നിലനിർത്തിയിരുന്ന ഒരു ക്രൈസ്തവ മഹതിയോട് അതിനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറയുന്ന വാക്കുകൾ നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഐ യൂസ് ഫോർ മൈ ലിപ്സ് ട്രൂത്ത്. അവളുടെ അധരം സത്യം സംസാരിക്കുന്നതിന് വേണ്ടി അവൾ ഉപയോഗിക്കുന്നു. ഐ യൂസ് മൈ വോയിസ് ഫോർ പ്രെയർ. എൻ്റെ ശബ്ദം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. മൈ ഹാൻഡ്സ് ഫോർ ചാരിറ്റി. എൻ്റെ കരങ്ങൾ ഉപവിയുടെ പ്രവർത്തനങ്ങൾ നടത്തി മറ്റുള്ളവർക്ക് എങ്ങനെ സഹായം നൽകാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എൻ്റെ ശരീരം, എൻ്റെ ജീവിതം വളരെ അപ്രൈറ്റായിട്ട് മറ്റുള്ളവർക്ക് ആർജവം കൊടുക്കുവാൻ, പ്രചോദനം കൊടുക്കുവാൻ എൻ്റെ ശരീരം അതിനുള്ള ഒരു ഉപകരണമായി ഞാൻ കാണുകയാണ്. മൈ ഹാർട്ട് ടു ലവ്. എൻ്റെ ഹൃദയം സ്നേഹിക്കുവാനുള്ള ഒന്നായി ഞാൻ കാണുകയാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ചെവികൾക്ക് യഥാർത്ഥ ഭൂഷണമായിട്ടുള്ളത് ദൈവവചനമാണ്. ചെവികളിൽ ഇടുന്ന ആഭരണങ്ങളല്ല. പിന്നെയോ കർണ ആഭരണങ്ങളെക്കാൾ ദൈവവചനം കേൾക്കുന്നതിനുള്ള ഒന്നായിട്ടാണ് ചെവി നൽകിയിരിക്കുന്നത്. കൈവളകൾ കൊണ്ട് അലങ്കരിക്കുവാനല്ല, കരങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉള്ള ഒന്നാണ്. കരുണയുള്ള മഹാന്മാരുടെ ജീവിതം, അവരുടെ ശരീരങ്ങൾ ചന്ദനം കൊണ്ട് സൗരഭ്യമായിരിക്കുന്നത് പോലെ നന്മ ചെയ്യുന്നവരുടെ ജീവിതം കൊണ്ട് സമൂഹം സുഗന്ധപൂരിതമാകണം.
നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അപ്പോളോ എന്ന സഞ്ചാര വാഹനത്തിലൂടെയാണ് അവർ ചന്ദ്രനിലേക്ക് പോയത്. അവിടെ ആദ്യമായി ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്ങും കൊളിൻസും ഒക്കെ ഇറങ്ങുന്നതിന് അവരെ സഹായിച്ചത് ആ ചന്ദ്ര വാഹനത്തെ നിയന്ത്രിച്ച വ്യക്തിയായിരുന്നു. ചന്ദ്രനിലിറങ്ങിയ ആളുകൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടി എങ്കിലും ആ വാഹനം നിയന്ത്രിച്ച വ്യക്തിക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ആ ചന്ദ്രവാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ ചന്ദ്രനിലിറങ്ങി മറ്റുള്ളവരുടെ എല്ലാം കൈവടി വാങ്ങുമ്പോൾ, അപ്രീസിയേഷൻ ഇടുമ്പോൾ, ഈ വാഹനം നിയന്ത്രിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംതൃപ്തി രണ്ടുപേർക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചു. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുവാനും സഹായിക്കുവാനും കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ്. ഇതുപോലെ പരിശുദ്ധ അമ്മ രക്ഷകനെ ലോകത്ത് നൽകിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കുള്ള സംതൃപ്തി എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും യോജിപ്പിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമാണ് അമ്മ ലോകത്തിന് നൽകിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം. സൈനിക ആശുപത്രിയിൽ യുദ്ധക്കളത്തിൽ വീരചരമമടഞ്ഞ ആളുകളെ കാണുന്നു. മുറിവേറ്റ ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ കാണുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ഒരു നേഴ്സ് വീരോചിതമായി പ്രവർത്തിച്ചത് അംഗീകരിച്ചുകൊണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ എ ലേഡി വിത്ത് ലാംബ് എന്നുള്ള ഒരു രീതിയിൽ കാണുമ്പോൾ അവരുടെ ശുശ്രൂഷ അനേകർക്ക് ജീവൻ നൽകുവാൻ സഹായകമായിരുന്നു എന്നുള്ള സത്യം നാം വിസ്മരിക്കരുത്. ഇതേപോലെ പരിശുദ്ധ അമ്മ അവളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ജീവിച്ച സാഹചര്യത്തിൽ ഏറ്റവും അനുഗ്രഹീതയായി മാറിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്ന മരിയൻ തിരുനാളുകൾ പലതുണ്ട്. എന്നാൽ പലസ്തീനായിലെ കർമ്മലമലയിൽ കർമ്മലിത്ത സന്യാസിമാർ ഒരാശ്രമം സ്ഥാപിച്ചു. വളരെ ലളിതമായ രീതിയിലുള്ള ഒരാശ്രമം. അവിടെ മലയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭക്തിയാണ് പ്രചരിപ്പിക്കുന്നത്. കുരിശുയുദ്ധകാലത്ത് ഈ ഭക്തി യൂറോപ്പിൽ പ്രചരിച്ചു. ഇംഗ്ലണ്ടിലെ ഐൽസ്ഫോർഡ് കർമ്മലിത്ത ആശ്രമത്തിൽ അംഗമായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് അർദ്ധരാത്രി പ്രാർത്ഥനാ സമയത്ത് കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. 1251 ജൂലൈ മാസം 16 പരിശുദ്ധ അമ്മ ഒരു സമ്മാനം നൽകുകയാണ്, കർമ്മല ഉത്തരീയം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം ധരിക്കുക. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ ഉത്തരീയത്തെ ഉത്തരീയ തിരുനാളെന്നും
ഇന്ന് ലോകം അറിയപ്പെടുകയാണ്. അമ്മയുടെ സ്ഥാനവസ്ത്രം എന്നറിയപ്പെടുന്ന തിരുവുത്തരീയം അമ്മ നമ്മെ കാക്കും എന്നതിൻ്റെ അടയാളം ഉറപ്പുമായിട്ട് നാം കാണുകയാണ്. മറിയം നമ്മുടെ ശക്തിയേറിയ മധ്യസ്ഥ ആകുന്നുവെന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ തിരുനാൾ. ശിശുവായ ഈശോയ്ക്ക് സംരക്ഷണമായിരുന്നത് പോലെ മറിയം സഭയ്ക്കും ദൈവജനത്തിനും മുഴുവൻ സംരക്ഷണമാണ്. 1322 കർമ്മല മാതാവ് 22ാം ജോൺ മാർപ്പാപ്പായ്ക്ക് പ്രത്യക്ഷനായി കർമ്മല ഉത്തരീയം ധരിക്കുന്നവർക്ക് മറ്റൊരു വാഗ്ദാനം കൂടി നൽകി. ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് കർമ്മലീയ ഉത്തരീയം ധരിച്ചവരെയെല്ലാം മോചിപ്പിക്കും എന്ന്. ദൈവ മാതൃഭക്തിയുടെ പ്രതിഷ്ഠയുടെ ഒരു ചിഹ്നമായിട്ട് ഇതിനെ കാണുകയാണ്. 13ാം നൂറ്റാണ്ട് മുതൽ കർമ്മല ഉത്തരീയം മരിയഭക്തർ ആദരവോടെ ധരിക്കുന്നു. നൂറ്റാണ്ടുകളായി സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ തിരുസഭ വിലമതിക്കുന്നു എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ച് പറയുന്ന പ്രബോധനത്തിൽ 67ാമത്തെ പാരഗ്രാഫിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായി സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ തിരുസഭ വിലമതിക്കുന്നു. കർമ്മല ഉത്തരീയത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവനോടെയുള്ള നേരങ്ങളിൽ മാത്രമല്ല, മറിയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥവും സംരക്ഷണവും പ്രത്യുത മരണസമയത്തും അതിനുശേഷവും നിത്യജീവനിലേക്കുള്ള യാത്രയിലും അത് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി, മേരിയോടുള്ള ഭക്തി ഒരു സ്വഭാവമായി മാറാൻ കർമ്മല ഉത്തരീയം സഹായിക്കുന്നു. ഒരുവനിലെ ക്രിസ്തീയ സ്വഭാവത്തെ പുറത്തെടുക്കുവാൻ വിനയം, അർപ്പണം, ദൈവേശയ്ക്ക് കീഴ്പ്പടങ്ങൽ എന്നിവയ്ക്ക് ഈ തിരുനാൾ സഹായിക്കുന്നു. ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയിൽ മറിയം നമുക്ക് വഴികാട്ടിയും സംരക്ഷകയും കൂടെയുണ്ട് എന്ന ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറിയത്തെ ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയാക്കിയതിനാൽ മറിയത്തെ നാം വണങ്ങുന്നു. മാലാഖമാരേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് അമ്മയെ അഭിസംബോധന ചെയ്യുന്നു മുഖ്യദൂതനായ ഗബ്രിയേൽ മാലാഖ. മറിയത്തെ വണങ്ങുന്നത് വഴി പുത്രനായ ക്രിസ്തുവിനെ നാം ബഹുമാനിക്കുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവ് പുത്രൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. കുഞ്ഞിൻ്റെ ജീവനാണ് അമ്മ, അമ്മയുടെ ജീവനാണ് കുഞ്ഞ്. വേർപെടുത്താനാവാത്ത ബന്ധം സ്വാഭാവികമായും അമ്മയും കുഞ്ഞും തമ്മിലുണ്ട്. അമ്മയുടെ പുത്രൻ കൂടുതലായി അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും അമ്മയോടുള്ള ഭക്തി നമ്മെ സഹായിക്കും. നിന്നെ സംവഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. വചനം തൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ മറിയം വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഈശോയുടെ ഭാഗ്യപ്പെട്ട അമ്മയായത് ദൈവപിതാവിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായി അവളെ തിരഞ്ഞെടുത്തത് വഴിയായിട്ടാണ്. ദൈവകൃപ നിറഞ്ഞവളാണ് മറിയം. രക്ഷകൻ്റെ അമ്മയാകുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സഹവാസം അനുഭവിക്കുവാനും സാധിക്കും വിധം രക്ഷിതയായവളാണ് മറിയം. രക്ഷയുടെ പൂർണ്ണമായ അനുഭവമുള്ളവളാണ് മറിയം. കർത്താവ് കൂടെയുള്ളവളാണ് മറിയം. വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവളാണ് മറിയം. പ്രിയ സഹോദരങ്ങളെ, അമ്മയുടെ ഈ സവിശേഷത
കാർമലമലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉത്തരീയം നൽകിയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുവാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അമ്മ ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.